സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് CID ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി CID മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദിരാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവുക. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന SI നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് അവർ കേസ് അന്വേഷണം മാസ്റ്റർ. ഓക്കെ, കം ഓൺ.